ഇപ്പോൾ സുരേഷ് ഗോപിയെ തൃശൂരിൽ കൊണ്ടുവന്നതുപോലെ ദേശീയ നേതൃത്വം നേരിട്ട് തീരുമാനിച്ച പേരാണ് രാജീവ് ചന്ദ്രശേഖർ. ആ പേര് കുറച്ചു കാലമായി കേൾക്കുന്നു. ഇവിടെ രണ്ട് പക്ഷമുണ്ട്, കൃഷ്ണദാസ് പക്ഷം, മുരളീധര പക്ഷം. ആ രണ്ട് പക്ഷങ്ങൾ കാരണം പാർട്ടി ഇവിടെ വളരുന്നില്ല എന്നൊരു തോന്നൽ ദേശീയ നേതൃത്വത്തിലുണ്ട്. പലതവണ വന്നുപോയി ചർച്ചകൾ നടത്തിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുന്ന രീതിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ പാർട്ടിയെ വളർത്താൻ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാൾ വേണം എന്ന ആലോചന, അതിൽ ഏറ്റവും പ്രാപ്തനായ ആളായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ എന്ന തോന്നൽ. അത് ഏത് തരത്തിലാണ് കേരളത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ദേശീയ നേതൃത്വത്തിന്റെ ആ ഒരു പ്രതീക്ഷ എത്രത്തോളം രാജീവ് ചന്ദ്രശേഖരൻ നിറവേറ്റാൻ കഴിയും? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? ഞാൻ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര ലീഡർഷിപ്പ് തീർച്ചയായും കേരളത്തിലെ പാർട്ടിക്കകത്തുള്ള വളരെ കടുത്ത ഭിന്നതകൾ, ആഭ്യന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ, തർക്കം, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങൾ, ഇത് തീർച്ചയായും പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യം തർക്കമില്ല. കാരണം സാധാരണ നിലയിൽ ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ പോലെയുള്ള അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷനെ പോലെയുള്ള പ്രധാനപ്പെട്ട പദവികളിലേക്ക് എപ്പോഴും പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധമുള്ള, പാർട്ടിയുടെ ബേസുമായിട്ട് ബന്ധമുള്ള ലീഡേഴ്സിനെ തന്നെയാണ്, പാർട്ടിയിൽ നിന്ന് വളർന്നു വന്ന ലീഡേഴ്സിനെ തന്നെയാണ് എല്ലാ പാർട്ടികളും അത്തരം പദവികളിലേക്ക് സാധാരണ നോമിനേറ്റ് ചെയ്യാറുള്ളത്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷേ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള, കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കൾ പരസ്പരം അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങളിലെത്തുകയും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇതൊരു പ്രതിസന്ധിയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ BJP വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. BJPയുടെ സംഘടനാ സംവിധാനം വളർന്നിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഒരു വലിയ ശക്തിയായതിനു ശേഷം കേരളത്തിൽ അവർക്കൊരു ബ്രേക്ക് ഔട്ടിനെസ് ഉള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം 7-8%, 87-ൽ 7-8% വോട്ടായിരുന്ന പാർട്ടി ഇന്നിപ്പോൾ 15 മുതൽ 20% വരെ വോട്ട് നേടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചുരുങ്ങിയൊരു മുന്നേറ്റം കൂടി നടത്താൻ കഴിയുകയാണെങ്കിൽ BJPക്ക് കേരളത്തിലെ ഒരു ഡിസൈസീവായിട്ടുള്ള പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് അധികാരത്തിലേക്ക് മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വരാൻ കഴിയും. അപ്പോൾ അതിനകത്തുള്ള ഒരേ ഒരു തടസ്സം ഈ ആഭ്യന്തര യുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പുതിയ തന്ത്രങ്ങൾ പരിശോധിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ അവർ നടത്തിയ നീക്കം ഈ തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവന്നു, മറ്റ് പൊളിറ്റിക്കൽ അല്ലാത്ത ഇമേജുള്ള ഒരാളെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പ്രധാനമന്ത്രി വന്ന് തന്നെ നേരിട്ട് വന്നിട്ട് പ്രവർത്തനങ്ങൾ നടത്തി. അതെല്ലാം അത് വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തോറ്റപ്പോൾ പോലും ഏതാണ്ട് 17-18% വോട്ട് അഡീഷണലായിട്ട് അദ്ദേഹത്തിന് അവിടെ നേടാൻ കഴിഞ്ഞു. പിന്നീട് ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടിയോടെ അദ്ദേഹം വിജയിച്ചു. ആ തരത്തിൽ പുതിയ ഒരു മുഖം കൊണ്ടുവരികയാണെങ്കിൽ, പാർട്ടിക്ക് പുറത്തുള്ള ഒരു മുഖം പാർട്ടി ലീഡർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള ഒരു സോഷ്യൽ ഇക്കണോമിക് സിറ്റുവേഷൻ നോക്കിയാൽ ഈ മിഡിൽ ക്ലാസ്സിന് അമിതമായ ശക്തിയുള്ള, മിഡിൽ ക്ലാസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വലിയ മുൻതൂക്കമുള്ളൊരു സൊസൈറ്റിയിൽ ഇങ്ങനെയൊരു നോൺ പൊളിറ്റിക്കൽ ഫിഗറിനെ മുന്നോട്ട് കൊണ്ടുവച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാർട്ടിയെ ചലിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു 5-6% ആളുകളെ, മധ്യവർഗത്തിലുള്ള ആളുകളെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാട് അതിനകത്തൊരു വസ്തുതയുണ്ട്. ആ വസ്തുതയുടെ തെളിവാണ് തൃശ്ശൂരടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ നേടിയത്. ഇപ്പോൾ ശശി തരൂരിനെ പോലുള്ള ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയും 4 തവണ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് ഈ ഒരു മിഡിൽ ക്ലാസ്സിനെ അപ്പീൽ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ്. ആ തരത്തിലൊരു പേഴ്സണാലിറ്റി ആ ലെവലിലോ അതിനേക്കാൾ കൂടുതലോ ഉള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിനകത്തുള്ള മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ ശേഷിയുള്ള ഒരാളാണ് അദ്ദേഹത്തിൽ, യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ നിന്ന് കേരളത്തിൽ ഇതുവരെ പ്രയോഗിച്ചതിന് വ്യത്യസ്തമായിട്ട് കുറേ മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് അദ്ദേഹം ഇതിനകം തന്നെ സ്ഥാപിച്ച ബന്ധങ്ങൾ അത് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അദ്ദേഹം ഒരു പുതിയ മുഖമാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ അത്തരത്തിലുള്ള മുഖങ്ങളെ, ഇതുവരെ നമ്മൾ കാണാത്ത ആളുകളെ, പുതിയ സാധ്യതകളെ പരിശോധിക്കാൻ, അത്തരത്തിലുള്ള ആളുകൾക്ക് പിന്തുണ നൽകാൻ തയ്യാറുള്ള ഒരു മനോഭാവം ഇന്ന് കേരളീയ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ നോക്കി
നോക്കിയാൽ BJP പോലെ പാർട്ടിയെ ഒരു പക്ഷേ പെട്ടെന്ന് ഒരു 5-6% അഡീഷണൽ വോട്ടുകൾ പിടിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടായികയില്ല എന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. തീർച്ചയായും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഒതുക്കാനുള്ള ശേഷി, സംഘടനാ ശേഷി ലീഡർഷിപ്പിനുണ്ട്. പാർട്ടി അഖിലേന്ത്യാ ലീഡർഷിപ്പിനുണ്ട്, കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.